വിനോജി ആശാസ് കിച്ചൺ കോർണറിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. 2022 ആദ്യത്തെ ദിവസം എല്ലാവർക്കും എൻ്റെ കുടുംബത്തിന്റെ പുതുവത്സരാശംസകൾ നേരുന്നു. എല്ലാവരും സേഫ് ആയിരിക്കുക. പിന്നെ ഇപ്പോഴത്തെ പാൻഡമിക് സിറ്റുവേഷൻ കൂടി വരികയാണ്. അതിനാൽ എല്ലാവരും അവരവരുടെ വീടുകളിൽ തന്നെ ഇരിക്കാൻ ശ്രമിക്കുക. പിന്നെ അഥവാ പുറത്തിറങ്ങുമ്പോൾ അതിനാവശ്യമായ കരുതലുമായിട്ട് നിങ്ങൾ പുറത്തൊക്കെ പോകാൻ ശ്രമിക്കുക. കഴിവതും അസുഖങ്ങളൊന്നും വരുത്തി വയ്ക്കാൻ ശ്രമിക്കരുത്. പിന്നെ ഞാൻ ഇന്നലെ അപ്ലോഡ് ചെയ്ത വീഡിയോ എല്ലാവരും കണ്ടു കാണുമല്ലോ. 2.5 വർഷത്തിന് ശേഷം അജ്മാനിൽ അപ്രതീക്ഷിതമായി പെയ്തൊരു മഴയാണ്. അതാണ് ഞാൻ അപ്ലോഡ് ചെയ്തത്. അപ്പോൾ ഇന്ന് വെളുപ്പിനെയും മഴയുണ്ടായിരുന്നു. ന്യൂ ഇയർ ആയിക്കൊണ്ട് മഴയുണ്ടായിരുന്നു. പിന്നെ ഇപ്പോഴും മൂടി കിടക്കുകയാണ്. അപ്പം നമുക്കിന്ന് ഒരു പനീർ ബട്ടർ ഉണ്ടാക്കിയാലോ. നമുക്ക് പനീർ ബട്ടർ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഞാൻ ബട്ടർ 1.5 ടേബിൾ സ്പൂൺ ബട്ടർ ഒഴിച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് പനീർ ഇട്ട് കൊടുക്കാം. ഞാൻ ഇൻസ്റ്റന്റ് പനീറാണ് വാങ്ങിച്ചേക്കുന്നത്. ഇത് ഫാം ഫ്രഷിൻ്റെ ആണ് വാങ്ങിച്ചേക്കുന്നത്. നേരത്തെയൊക്കെ വാങ്ങിച്ചിരുന്നു, ഏതാ കമ്പനിന്ന് പോലും എനിക്കറിയില്ല. പക്ഷെ അതൊന്നും അത്രയെല്ലാം ഇടുമ്പോഴത്തേക്ക് അത് പൊടിഞ്ഞു പോകുമായിരുന്നു. പക്ഷെ ഇത് അതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ബട്ടറിട്ട് ചൂടാക്കുമ്പോൾ അധികം പൊടിഞ്ഞു പോകുന്നതായിട്ട് ഞാൻ കണ്ടില്ല. ഇതിനെ ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആവുന്നിടം വരെ നമുക്കൊന്ന് വറുത്തെടുക്കണം. ഗോൾഡൻ ബ്രൗൺ ആവുന്നിടം വരെ നമുക്കിതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. നമുക്ക് ഇത്രയും ആവശ്യമുള്ളൂ. ഇത് നല്ല ടേസ്റ്റ് ഉള്ള പനീറുമാണ്. പിന്നെ ഇത് ഞാൻ വേറെ പാത്രത്തിലോട്ട് മാറ്റുക. ഇതിലേക്ക് തന്നെ നമുക്ക് സവോള ഇഞ്ചിയും കൂടെ വഴറ്റിയെടുക്കണം. ഇതിലേക്ക് 5 വെളുത്തുള്ളി അല്ലി ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. പിന്നെ ചെറിയ കഷ്ണം ഇഞ്ചി. ഇതിനകത്ത് ഒത്തിരി ഇഞ്ചി ആവണ്ട. ചില ഇഞ്ചി കൂടുതലായാൽ കഴിക്കും. ഒന്ന് ഞാൻ എടുക്കട്ടെ. സവോള 4 സവോളയാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇവിടെ കുഞ്ഞു സവോള പ്രാവശ്യം കിട്ടിയത്, അതുകൊണ്ട് കുഞ്ഞു സവോളയാണ് എടുത്തേക്കുന്നത്. ഈ ടൈപ്പ് സവോളയാണ്, അതുകൊണ്ട് 4. വലിയ സവോളയാണെങ്കിൽ 2 മതി. ഞാൻ ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാൻ പോവാം. ഇനി ഇത് നമുക്ക് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. സവോള വഴന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു കറുവാപ്പട്ട ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 2 ഗ്രാമ്പൂ, 5-6 കുരുമുളക്, പിന്നെ 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, ഇത്രയും നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ 3 ഏലക്കായ്, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ജീരകം. അതാണ് ഇതിന് ഈ ടേസ്റ്റ് കൊടുക്കുന്നത്. അത് മസ്റ്റാണ് ജീരകം. അതും കൂടി ഇട്ട് നമുക്കൊന്ന് വഴറ്റണം. ആ ചൂടായതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 2 നുള്ള് മഞ്ഞൾ പൊടി. ഇതിൻ്റെ പച്ചമണം മാറുന്നതും വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കണം. ഇതിലേക്ക് ഞാൻ 2 തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ചെറിയ തക്കാളിയാണ്. വലിയ തക്കാളിയാണെങ്കിൽ പച്ചയൊരെണ്ണം ചേർത്താൽ മതി. ഗ്രേവിക്ക് കളർ കൊടുക്കുന്നത് നമ്മുടെ തക്കാളിയാണ്. അപ്പം നല്ല പഴുത്ത തക്കാളി തന്നെ എടുക്കാൻ ശ്രമിക്കണം. ഇനി നമുക്ക് അടച്ചു വെച്ച് വേവിക്കണം. തക്കാളി വേകുന്നിടം വരെ നമുക്ക് ഇത് അടച്ചു വെക്കണം. ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ചു വെച്ച് തക്കാളി വേകുന്നിടം വരെ അടച്ചു വെക്കാം. നമുക്ക് തുറന്നു നോക്കാം. ആവി അടിച്ച വെള്ളമൊക്കെ അതിനകത്ത് തന്നെ വീഴട്ടെ. തക്കാളി വെന്തിട്ടുണ്ട്. അതിനകത്തൊന്ന് ഞാൻ തൊലി സെപ്പറേറ്റ് ചെയ്ത് കളഞ്ഞു. പിന്നെ ഇതിന് നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം. ഇത് ആറിയിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. ഇത് മിക്സിഡ് ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഞാനൊരു 1/4 ഗ്ലാസ് വെള്ളം കൂടി ഇതിനകത്ത് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഇത് നന്നായിട്ട് നമുക്ക് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലെ അടിച്ചെടുത്തിട്ടുള്ളതെല്ലാം നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ പാത്രത്തിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. നല്ല തിക്കാണ്. ഞാനിത് ഇച്ചിരി വെള്ളം കൂടെ ചേർത്തിട്ട് 1/2 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്ക് ഇത് കലക്കിയെടുക്കാം. ഞാൻ 1/2 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്തത് ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇളക്കി യോജിപ്പിച്ചിട്ട് അതിൻ്റെ തിക്നെസ് എത്ര ഉണ്ടെന്ന്
നോക്കിയിട്ട് തിക്ക് കൂടുതലാണെങ്കിൽ നമുക്ക് ഇച്ചിരി വെള്ളം കൂടി ചേർക്കണം. പിന്നെ ഇത് നോക്കിയിട്ട് ഞാൻ തീ കത്തിക്കുന്നത്. ഇത് ഇച്ചിരി തിക്കായിപ്പോയി. ഇനി ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് ഞാൻ ഒഴിക്കാൻ പോവാം. നമുക്ക് ഇച്ചിരി ഉപ്പ് കൂടെ ആവശ്യമുണ്ട്. ഇതിന് അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് പനീറും കൂടെ ചേർക്കണം. ചേർത്തിട്ട് നന്നായി തിളച്ചിട്ട് നമ്മൾ 5 മിനിറ്റ് ചെറുതീയിലിട്ട് വേവിക്കാം. കറി റെഡി ആയിട്ടുണ്ട്. നമുക്കത് ഓഫ് ചെയ്യാം. എന്നിട്ട് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ കുക്കിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. മറ്റു കളറുകളൊന്നും ചേർത്തിട്ടില്ല. തക്കാളിയുടെയും മഞ്ഞളിൻ്റെയും മുളക് പൊടിയുടെയും കളറാണ്. ഇതിലേക്ക് 2 പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. മല്ലിയിലയും ഇട്ട് കൊടുക്കാം. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ടേസ്റ്റില് പനീർ ബട്ടർ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഞാൻ പാലപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കണം, അഭിപ്രായം അറിയിക്കണം. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തോ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. അപ്പം ഇനി പുതിയൊരു വിഭവമായി ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത് വരെ എല്ലാവർക്കും ബൈ.